ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് മറുപടി ലഭിക്കാതായതോടെ ഹൈക്കോടതിയെ സമീപിച്ച് കർഷകർ. ഇടുക്കി സിംഗുകണ്ടെത്തിയ കർഷകരാണ് കോടതിയിലെത്തി ഡിജിറ്റൽ സർവേക്ക് സ്റ്റേ വാങ്ങിയത്. ഇതോടെ കർഷകർ നടത്തിവന്ന അനിശ്ചിതകാല സമരവും അവസാനിപ്പിച്ചു. നവകേരള സദസ്സിലെ പരാതികൾ പരിശോധിച്ചു വരികയാണെന്നാണ് റവന്യൂ വകുപ്പിന്റെ മറുപടി. ഡിജിറ്റൽ സർവേയിൽ കൈവശ ഭൂമി കർഷകന്റെ പേരിൽ രേഖപ്പെടുത്തണമെന്നും ഇതിനായി ക്യാബിനറ്റ് തീരുമാനമെടുക്കണമെന്നും കാണിച്ച ഇടുക്കി ചിന്നക്കനാൽ സിംഗുകണ്ടത്തെ കർഷകരാണ് അടിമാലിയിലെ നവകേരള സദസ്സിലെത്തി പരാതി നൽകിയത്. എന്നാൽ നവകേരള സദസ്സ് സമാപിച്ചിട്ടും മറുപടി ലഭിച്ചില്ല. പരാതിയിൽ പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് ചിന്നക്കനാൽ ജില്ലയിലെ കാർഷിക മേഖലകളായ ബിയൽറാം, തിടീർ നഗർ, സിംഗകണ്ഠം, മുത്തമാഞ്ചോല, ഷൺമുഖവിലാസം എന്നീ സ്ഥലങ്ങൾ ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത കർഷകരുടെ പേരുകൾ രേഖപ്പെടുത്തിയും പട്ടയം അനുവദിച്ചു തന്ന് തരുന്നതിനുള്ള ക്യാബിനറ്റ് ഉത്തരവിന് വേണ്ടിയാണ് ഞങ്ങൾ നവകേരള സദസ്സിലെ അപേക്ഷ കൊടുത്തത്. നാളിതുവരെ യാതൊരുവിധ അറിയിപ്പും ഇത് അപേക്ഷ അവിടെ കൈപ്പറ്റിയെന്നോ ഒന്നും ഞങ്ങൾക്കൊരു മെസ്സേജ് പോലും വന്നിട്ടില്ല. അടിമാലിലാണ് കൊടുത്തത്. ഇതിനിടയിൽ ഇതേ ആവശ്യമുന്നയിച്ച ഇവർ ഹൈക്കോടതിയെ സമീപിച്ചു. ഈ ഹർജിയിലാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേ താൽക്കാലികമായി നിർത്തിവെക്കുവാൻ ഉത്തരവായത്. ഡിജിറ്റൽ സർവേ സംബന്ധമായിട്ട് സമരസമിതി അംഗമായ ബേബി തോമസ് ഹൈക്കോടതിയെ സമീപിക്കുകയും സർക്കാരിൻ്റെ ആ നടപടി തൽക്കാലത്തേന് 2 മാസത്തേന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഇടക്കാല ഉത്തരവ് വന്നതോടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ സിംഗുകണ്ടത്ത് നടത്തിവന്നിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ തരംതിരിച്ച് പരിശോധിച്ചു വരികയാണെന്നും ഇതിൽ ഇവിടെ പരിഹരിക്കുവാൻ കഴിയുന്ന പരാതികളിൽ തീർപ്പാക്കുകയും ഇല്ലാത്തവ സർക്കാരിലേക്ക് അയക്കുന്നതിനുമുള്ള നടപടികൾ നടന്നുവരികയാണ്. ഇക്കാര്യങ്ങൾ അപേക്ഷകരെയും അറിയിക്കുമെന്നും റവന്യൂ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. റിപ്പോർട്ടർ, ഇടുക്കി.